പണ്ടൊക്കെ കുഞ്ഞു താർന്നപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കാലത്ത്, എൻ്റെ ദൈവമേ എത്ര നാളാണോ ഇങ്ങനെ സ്കൂളിൽ പോകേണ്ടത്, പഠിക്കേണ്ടത്. വലുതായി പെട്ടെന്നൊരു ജോലിയൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ പഠിക്കാൻ പോകണ്ടായിരുന്നല്ലോ എന്ന് ചിന്തിക്കുമായിരുന്നു. എന്നിട്ട് ജോലി കിട്ടിയിട്ടോ ഇപ്പാണെങ്കിൽ ഒന്ന് ലീവ് കിട്ടാനാണ് പാട്. ഒരു ഓഫ് കിട്ടുന്ന ദിവസം നോക്കിയിരിക്കും. എന്നിട്ട് ഓഫ് കിട്ടിയാലോ നേരെ ഇരിക്കാൻ പറ്റുമോ? ഒരു സമയത്ത് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല, അത്രയും പണിയുണ്ട്. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് ഇവിടെയാണെങ്കിൽ ഫ്ലാറ്റുകളാ. ഇതിനകത്ത് ഇത്രയും പണി എന്നാടി കൊച്ചെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. പിന്നെ നമ്മൾ വിചാരിക്കും നമ്മളാണ് ഏറ്റവും കൂടുതൽ ജോലി എടുക്കുന്നതെന്ന്. അങ്ങനെയൊന്നും അല്ലാട്ടോ. നമ്മളെക്കാളും ഒരുപാട് ജോലികൾ ഇഷ്ടം പോലെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞെന്ന് പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ ജോലിയാണല്ലോ ഏറ്റവും വലുതല്ലേ. ഞാൻ ചിലപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ വിചാരിക്കുവേ, നാട്ടിൽ ചെല്ലണ വഴിയെ മമ്മിയോടും പപ്പയോടും ഇവിടുന്നേ പറഞ്ഞിട്ട് പോവും, ഞാൻ വീട്ടിൽ വന്ന് ഒന്നും ചെയ്യില്ല കേട്ടോ എന്ന്. അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമേ ഇല്ലാട്ടോ. നമ്മൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ അവർ ഒരു കറിവേപ്പില തിരിച്ചു വെക്കാൻ പോലും സമ്മതിക്കത്തില്ലെന്ന് പറയില്ലേ, അതുപോലെയാ. എന്ത് രാജയോഗവാ. നമ്മുടെ മാതാപിതാക്കളുടെ അടുത്ത് ചെല്ലുമ്പോഴേ നമ്മൾ ഇപ്പോഴും കുഞ്ഞുങ്ങളല്ലേ. നമുക്കൊക്കെ എപ്പോഴാ പ്രായമാകുന്നതെന്ന് ഞാൻ ചിന്തിക്കും. ചിലപ്പോഴേ അവരൊക്കെ ഒരിക്കലും ഇല്ലാതായിക്കുന്നൊരു കാലത്തായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് പ്രായമാകുന്നു. കാരണം പിന്നെ ആരാ നമ്മളെ വിളിച്ച് കൊച്ചെ നീ ഭക്ഷണം കഴിച്ചോ, നീ റെസ്റ്റ് എടുത്തോ, നീ ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കണ പിന്നെ ആരാ അല്ലേ. പക്ഷെ അവരുടെ ആ സ്നേഹമൊക്കെ ഒന്ന് റിയലൈസ് ചെയ്ത് വരണമെങ്കിൽ കുറേ വർഷങ്ങൾ എടുക്കൂലേ. എനിക്ക് 40-40 വയസ്സായി, ഞാൻ ഒരു അമ്മയൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എന്താണ് ആ സ്നേഹം എന്നും എന്താണ് അവരുടെ കെയറിംഗ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ പണ്ട് മമ്മിയുടെ വാലെ തൂങ്ങി നടന്നതുപോലെയൊന്നും അല്ല കേട്ടോ. ഇപ്പൊ അത്രയും അങ്ങോട്ട് ഒരു അറ്റാച്ച്ഡ് ആവാൻ വേണ്ടിയിട്ട് പറ്റണില്ല. നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ മനസ്സിനുള്ളിൽ സ്നേഹമുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ ടെൻഷനുകളും പിള്ളേരുടെ കാര്യങ്ങളും അങ്ങനെയൊക്കെയാ. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ മുട്ടൻ അടിയും തുടങ്ങും. ഇതെന്നാണാവോ ഇങ്ങനെ. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിൽ പോയിട്ട് മമ്മീൻ്റെ അടുത്തും പപ്പയുടെ അടുത്തും ഒക്കെ ഒന്ന് ഇരിക്കണം എന്നൊക്കെ തോന്നി അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കും നാട്ടിൽ ചെല്ലുന്നത്. പക്ഷെ ചെന്ന് കഴിയുമ്പോൾ നമുക്കതങ്ങോട്ട് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും എങ്ങനെയൊക്കെയാണോ ആവോ. എനിക്ക് ഈ ഓഫുള്ള ദിവസങ്ങളിലാണ് കേട്ടോ ഇങ്ങനത്തെ ചിന്തകളൊക്കെ മനസ്സിൽ കൂടുതലും വരുന്നത്. കാരണം നമ്മൾ പ്രത്യേകിച്ചും പണികളൊക്കെ എടുത്ത് മടുത്തിരിക്കുക കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, നാട്ടിലായിരുന്നെങ്കിൽ എല്ലാവരും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമുക്ക് തരുമായിരുന്നല്ലോ, ഇതുപോലെ ഇവിടുന്ന് കഷ്ടപ്പെടുണ്ടായിരുന്നല്ലോ എന്ന് ചിന്തിക്കും കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് സ്വാർത്ഥത കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാല്ലേ. എന്തേലും ആട്ടെ. എന്നാ പിന്നെ ശരി, പിന്നെ കാണാവേ.